ഭഗവാന്റെ മായാശക്തി, അവിദ്യ, ജ്ഞാനശക്തി, വിദ്യ, ഇത് രണ്ടുമാണ് ഇവിടെ ബന്ധത്തെയും മോക്ഷത്തെയും ഉണ്ടാക്കുന്നത്. അവിദ്യാശക്തി ബന്ധത്തെ ഉണ്ടാക്കുന്നു. അതിലാദ്യം ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ചിന്ത വരുന്നു. അപ്പോൾ ഈ ശരീരം കൊണ്ട് ഞാൻ നേടിയതൊക്കെ എൻ്റെ ആവണു. അപ്പം ഞാനെന്നും എൻ്റെ എന്നും ഉള്ളതായ ഭാവം വരും. അതാണ് ബന്ധം. അതിൽ നിന്ന് മുക്തനാവണം. വിദ്യാശക്തിയെ ആശ്രയിച്ചു. നമ്മളൊക്കെ ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്ന പോലെ വിദ്യാശക്തി ആശ്രയിച്ചു. ആ വിദ്യാശക്തി നമ്മളെ മെല്ലെ 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 ഇതിൽ നിന്ന് മുക്തനാക്കും. അപ്പം ഞാനെന്നും എൻ്റെ എന്നുള്ളതായ ആ ഭേദഭാവം കളയുകയാണ് ആവശ്യം. അതാണ് ഗീതയിൽ അതും കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്. വിഹായ കാമാന്യ സർവാൻ പുമാൻസരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര. ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം പോകുമ്പോഴാണ് നമ്മൾ മുക്തരാകുന്നത്. ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം ഉള്ളപ്പോൾ ബന്ധൻ. അങ്ങനെ ഈ ബദ്ധനാണ് മുക്തനാണ് എന്നുള്ളത് സ്വപ്നം കാണുന്ന പോലെയാണ്. അത്രയേ ഉള്ളൂ. സ്വപ്നം കാണുന്നതിന് സ്വപ്നദേഹം കൊണ്ട് ബന്ധം വരുന്നു. ഉണരുമ്പോൾ മോക്ഷമായി. പിന്നെ ആ സ്വപ്നദേഹമില്ല. അവിടെ എൻ്റെ തല ആരോ വെട്ടി തെറിപ്പിച്ചതാണ്. അതവിടെ കിടക്കണു. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കണു. അപ്പോഴാണ് ആരോ വന്ന് നിലവിളിച്ചു. ആരോ വന്ന് അടിച്ചു. ഉണർന്നു. ഇനിയിപ്പോൾ തലയിൽ നോക്കാൻ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ആരാ അടിച്ചത്? അതാണ് ഗുരു. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഗുരു വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരം സ്വപ്നം കണ്ട് ദുഃഖിക്കുന്ന ആളെ ഉണർത്തണം ഒരാൾ വേണമോ? അതുപോലെ അവിദ്യാസ്രവണിയായ മായ മൂലം ബന്ധമുണ്ടായ ആളെ മുക്തനാക്കാൻ വിദ്യാസ്രവണിയായ മായയെ നൽകുന്ന ഒരു ആചാര്യനുണ്ടായിരിക്കണം. ശ്ലോകം 6. ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഭഗവാനെ നോക്കി, എവിടേക്കോ നോക്കി നിൽക്കണു, ഇങ്ങോട്ട് നോക്കണില്ല. അപ്പോൾ പറയുന്നതാണ് 6. ജീവൻ മുക്തത്വം ഏവം വിധമിതി വചസാ കിം ഫലം. ജീവൻ മുക്തനാകുന്നത് ഇങ്ങനെയാണ്, നാമം ജപിച്ചുകൊണ്ടാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്നൊക്കെ വാക്കുകൊണ്ട് വെറുതെ പറഞ്ഞുള്ള എന്ത് കാര്യം? ദൂരെ ദൂരെ അതിൻ്റെ ഫലം വളരെ ദൂരത്താണ്, കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ജീവൻ മുക്താവസ്ഥ ഇന്ന വിധത്തിലാണ് എന്ന് പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കുക തന്നെ വേണം. അതാണ്. പ്രവർത്തിക്കാത്തവർക്ക് തന്നാമ അശുദ്ധ ബുദ്ധേ, തന്നാമ അതാകട്ടെ അശുദ്ധ ബുദ്ധേ, ബുദ്ധി ശുദ്ധമല്ലാത്ത ആൾക്ക്. എന്തുകൊണ്ട് ശുദ്ധമല്ല? രാഗദ്വേഷങ്ങൾ, കാമാദികൾ, അതാദ്യം നമ്മൾ കളയണം. അതുള്ള കാലം ഈ ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ആദ്യം അത് ചെയ്യണം. രാഗദ്വേഷാദികളെയും
കാമക്രോധാദികളെയും കളഞ്ഞിട്ട് വേണം ഈ മാർഗത്തിലേക്ക് വരാൻ തന്നെ. അത് സാധിക്കുമോ? ഇല്ല. അപ്പോൾ തുടങ്ങട്ടെ, വരട്ടെ, വന്നോട്ടെ, കേട്ട് 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 മെല്ലെ ഇതാവട്ടെ. പക്ഷെ ഒടുവിൽ കളയാതെ തരമില്ല. എല്ലാം ഭഗവാനാണ് എന്നറിഞ്ഞ് രാഗദ്വേഷാദികളില്ലാതെ ഒരാൾ സുഖത്തെ തന്നു, ഒരാൾ ദുഃഖത്തെ തന്നു, രണ്ടും ഭഗവാനാണ്, അത് മറക്കരുത്. ഇയാൾ സുഖത്തെ തന്നു, എന്തുകൊണ്ട്? ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ പുണ്യം ചെയ്തു. ആ പുണ്യം ചെയ്തതിന് ഭഗവത് പ്രേരിതനായിട്ട് അയാൾ വന്നതാണ്, സഹായിക്കാൻ വന്നതാണ്. വേറൊരാൾ ദുഃഖം തന്നു, കഴിഞ്ഞ ജന്മത്തിൽ അയാളെ ആവണമെന്നില്ല, വേറെ ആളും ആവാം. ദുഷ്കർമ്മം ചെയ്തു, ആ ദുഷ്കർമ്മത്തിൻ്റെ ഫലം അനുഭവിപ്പിക്കാനായിട്ട് ഒരാൾ ഇവിടെ വരുന്നു. രണ്ടും കഴിഞ്ഞ ജന്മത്തിലെ അനുഭവമാണ്. രണ്ടും ഭഗവത്ഗീതയിൽ വ്യക്തമായിട്ട് പറയുന്നു, വ്യക്തമായിട്ട്. ഈ ശ്ലോകവും എല്ലാ ഭക്തജനങ്ങളും കാണപ്പെടാക്കണം. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് 3 ഫലം. അനിഷ്ടം, ഇഷ്ടമല്ലാത്തത്. ഇഷ്ടം, ഇഷ്ടമായത്. ഇഷ്ടമല്ലാത്തത് ദുഃഖം, ഇഷ്ടമായത് സുഖം. ചില കർമ്മങ്ങളോ മിശ്രം, സുഖദുഃഖ സമ്മിശ്രം. അങ്ങനെ കർമ്മണഃ ഫലം ത്രിവിധം ഭവതി. കർമ്മത്തിൻ്റെ ഫലം 3 തരത്തിലാവും. ചിലത് ദുഃഖം, അനിഷ്ടം, ചിലത് ഇഷ്ടം, സുഖം, ചിലത് ത്രിവിധം, മിശ്രം, സുഖദുഃഖ സമ്മിശ്രം. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭവതി അത്യാഗിനാം പ്രേത്യ. അത്യാഗിനാം, ത്യാഗികളല്ലാത്തവർക്ക് എന്താ ത്യജിക്കേണ്ടത്? കർമ്മത്തിൻ്റെ ഫലത്തിൽ ത്യജിക്കണം. ഏത് കർമ്മം ചെയ്യുന്നതിൻ്റെയും ഫലത്തിനെ ത്യജിക്കണം. ആർക്കാ ത്യജിക്കേണ്ടത്? ഭഗവാനെ കൊടുക്കുക. കർമ്മവും കർമ്മഫലവും എല്ലാം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം കർമ്മം ചെയ്യാൻ. ഒന്നും എൻ്റെ കഴിവല്ല, ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ഭാവം പോകണം, എൻ്റെയാണെന്നുള്ള ഭാവം പോകണം. രണ്ടും പോയി അഹന്തയും മമതയും ഇല്ലാതെ കണ്ട് കർമ്മത്തിനെ ഭഗവാൻ അർപ്പിച്ചാൽ നതു സന്യാസിനാം ക്വചിത്. അവരാണ് സന്യാസികൾ. സമ്യക്കായിട്ട് ന്യാസം, അതിനെ ഉപേക്ഷിക്കുക. ന്യാസം അവരെ ബാധിക്കുന്നില്ല. കർമ്മഫലത്തിനെ നമ്മൾ ഒരിക്കലും ആശ്രയിക്കരുത്. ഭഗവാൻ അർപ്പിച്ച് എന്ത് വരുന്നു സ്വീകരിച്ചോളൂ. പക്ഷെ കർമ്മം ചെയ്യുമ്പോൾ കർമ്മഫലത്തിൽ ആസക്തി വരാൻ പാടില്ല. അപ്പോഴാണത് ബന്ധകാരണമായി വരുന്നത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ഗീത 18:12. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഇതാണ്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലെയാണ്, ഈ ജന്മത്തിലെ അല്ല. ഇവിടെയാണ് പല ഭക്തജനങ്ങൾക്കും സംശയം. വളരെ ഭക്തനായിട്ടുള്ള ഒരാൾ എങ്ങനെ അയാൾക്ക് ഈ സൂക്കേട് വന്നത്? ഈ ജന്മത്തിലെ കർമ്മത്തിനനുസരിച്ചല്ല, കഴിഞ്ഞ ജന്മത്തിലെയാണ്, അത് നമുക്കറിയില്ല.
അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ കർമ്മത്തിനനുസരിച്ച് നമുക്കിവിടെ സുഖദുഃഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ആ ഫലങ്ങളെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ജന്മം നന്നാക്കൂ. അപ്പോൾ അടുത്ത ജന്മം നന്നാവും. അതാണ് ഈ ജന്മത്തിൽ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ ഈശ്വരനെ പൂജിക്കുക. അപ്പോൾ അടുത്ത ജന്മം നന്നായിരിക്കും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഭഗവാൻ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം കാര്യമേവത്. യജ്ഞം ഭഗവാനെ പൂജിക്കൽ, ദാനം നമ്മുടെ കയ്യിലുള്ളതിൻ്റെ ഒരു ഓഹരി കൊടുക്കുക, തപസ് ഭഗവാനെ ധ്യാനിക്കുക. യജ്ഞ ദാന തപ കർമ്മ ന ത്യാജ്യം, ഒരിക്കലും ത്യജിക്കാൻ പാടില്ല. സുഖകേടായി കിടന്നാലും ധ്യാനിക്കാൻ വിടാൻ പാടില്ല, ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കാമല്ലോ. കാര്യമേവത്, അത് ചെയ്യേണ്ടതാണ്, കാര്യം ചെയ്യേണ്ടതാണ്. ആ യജ്ഞദാന തപം കൊണ്ട് നമ്മുടെ അന്ധഃകരണം പരിശുദ്ധമാവുന്നു. യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിനാം. ഭഗവാൻ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഏത് സംശയത്തിനും ഭഗവത്ഗീതയിൽ ഉത്തരവുണ്ട്. ഏത് സംശയത്തിനും ഉത്തരവുണ്ട്. ഉത്തരമില്ലെങ്കിൽ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ ജീവൻ മുക്താവസ്ഥ ഇന്ന വിധത്തിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിനുവേണ്ടി പ്രയത്നിക്കുക തന്നെ വേണം. ആ പ്രയത്നിക്കുന്ന ആൾ ശുദ്ധമായ അന്ധഃകരണത്തോടു കൂടിയാവണം. അശുദ്ധ ബുദ്ധിക്ക് ഫലം കിട്ടില്ല. തന്നാമ അശുദ്ധ ബുദ്ധേ, അശുദ്ധ ബുദ്ധിക്ക് നാച്ച കിട്ടുകയില്ല. അപ്പോൾ മനസ്സിനെ ശുദ്ധമാക്കാൻ എന്താ വഴി? ലഘു മനസ ശോധനം ഭക്തി തോന്യത്. ഭക്തിയല്ലാതെ വേറൊന്നില്ല മനസ്സിനെ ശുദ്ധമാക്കാൻ. മനസ്സിൻ്റെ ശുദ്ധിക്ക് ഭക്തിയല്ലാതെ രണ്ടാമതൊന്നില്ല. എന്നുവെച്ച ലഘു മനസ ശോധനം ഭക്തി തോന്യൽ. യാതൊരു പ്രയാസവുമില്ലാതെ നേടാവുന്ന ഒന്നാണ് ഭക്തി. ആ ഭക്തി എന്തെല്ലാം കർമ്മദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാം മാറ്റിത്തരും. അപ്പോൾ മനസ്സ് ശുദ്ധമാക്കാൻ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിക്കണം. അതാണ് മേൽപ്പത്തൂർ പിന്നീട് പ്രാർത്ഥിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ അർപ്പിക്കാൻ എന്നെ അനുഗ്രഹിക്കൂ. അതാണ്, അതിനൊരു അനുഗ്രഹം വേണം. തന്മേ വിഷ്ണു കൃഷിഷ്ഠാസ് ത്വയി കൃത സകല പ്രാർപ്പണം ഭക്തിഭാരം. എല്ലാ കർമ്മങ്ങളും അങ്ങയിൽ അർപ്പിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. അതിനുള്ള ആദ്യത്തെ പടി ഭക്തി. ആ ഭക്തി ഇങ്ങനെ വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട്
ആ ഭക്തിഭാരം, വർദ്ധിച്ച ഭക്തി എനിക്ക് നൽകണമേ. ആ വർദ്ധിച്ച ഭക്തി കൊണ്ട് ഞാൻ എല്ലാ കർമ്മങ്ങളും അങ്ങേക്ക് അർപ്പിച്ച് ഞാൻ ചെയ്തതായ ദോഷങ്ങളെയെല്ലാം മാറ്റിയെടുക്കാം. അതോടൊപ്പം ഏനസ്യാം മാംക്ഷു കിഞ്ചിൽ ഗുരുവചനം, ഗുരുവിനെ സമീപിച്ച് ആ ഗുരുവിൻ്റെ ഉപദേശം, ഗുരുവചനം അധികം വേണ്ട, അല്പം മതി. ആ ഭക്തിയും അതിനോട് ചേർന്ന ജ്ഞാനവും. ഗുരുവചന വിളത് ത്വൽപ്രബോധ, അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനവും. അങ്ങനെ ഞാൻ എന്തായിത്തീരുന്നു? ത്വദാത്മാസ്യാം, അങ്ങയുടെ സ്വരൂപത്തോട് ഞാനാവും. അപ്പോഴേ ആവുന്നുള്ളൂ, ഇപ്പം ആണ് അറിയുന്നില്ല. അപ്പോൾ ഭക്തി വർദ്ധിച്ച് ആ ഭക്തി കൊണ്ട് എല്ലാ കർമ്മങ്ങളും എത്ര അണ്ടർലൈൻ ചെയ്താലും മതിയാവില്ല. ഛാന്ദോഗ്യോപനിഷത്ത് വ്യക്തമായിട്ട് പറയുന്നു, ഭാര്യ ഭർത്തൃ ബന്ധം പോലും ഭഗവാനിൽ അർപ്പിക്കൂ, സകല കർമ്മങ്ങളെയും അർപ്പിക്കണം. അപ്പോൾ കൃതസകല പ്രാർപ്പണം ഭക്തിഭാരം, ആ ഭക്തിയെ ഭഗവാനിൽ അർപ്പിച്ചു. ആ ഭക്തിയോടൊപ്പം തന്നെ ഗുരുവിൽ നിന്ന് അല്പം ഉപദേശം കിട്ടി. കിഞ്ചിത് ഗുരുവചനം, അല്പം മതി, അധികം വേണ്ട. മിളത്, ഇത് രണ്ടും കൂടി ചേർന്നു. ത്വൽപ്രബോധ, അങ്ങയുടെ ജ്ഞാനം കിട്ടി. ത്വദാത്മാ, ഞാൻ അങ്ങായിത്തീരുന്നു. ഭക്തിയും ജ്ഞാനവും രണ്ടും കൂടി ചേർന്നു. അതിനെന്നെ അനുഗ്രഹിക്കണേ. അല്ലാതെ വെറുതെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, പ്രവർത്തിക്കണം. പൗരുഷേണ പ്രയത്നേന യോജനീയ ശുഭേ പതി, ശുഭമാർഗത്തിലേക്ക് നമ്മളെല്ലാ കർമ്മങ്ങളെയും നയിക്കണം. ശുഭമാർഗം എന്താണ്? ഭഗവത് പ്രാപ്തി. ആ ഭഗവത് പ്രാപ്തിയിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അതാണ് നമ്മുടെ മാർഗം. അതിന് പ്രയത്നം വേണം. പൗരുഷേണ പ്രയത്നേന, പൗരുഷത്തോടു കൂടിയ പ്രയത്നം. പൗരുഷൻ എന്ന് പറയുമ്പോൾ പുരുഷൻ മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ നിരന്തര ഭഗവത് ചിന്ത കൊണ്ട് ഭക്തിയെ വർദ്ധിപ്പിക്കുന്നു. ആ ഭക്തി മൂലം എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിക്കുന്നു. അതോടൊപ്പം ഞാൻ ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവിൽ നിന്ന് അല്പം ജ്ഞാനം, ഗുരുവചന മിളത് കിഞ്ചിത് ഗുരുവചനം, ഇത് രണ്ടും കൂടി ചേർന്ന് ത്വൽപ്രബോധം, അങ്ങയുടെ ജ്ഞാനം എനിക്ക് ഉറയ്ക്കണു. ത്വദാത്മാ, ഞാൻ അങ്ങായി ഭവിക്കണു.